പാല് കറന്ന് കുടിക്കുന്നതാണോ? പാല് കറന്ന് നമ്മൾ കൊടുത്താൽ കഴിക്കും. അടുത്ത ആടിനെ കുടിക്കും. ആണോ? ഒന്ന് കാണിച്ചു. ഏതൊക്കെയാണ്? പുതിയ ആടുകളല്ലോ ആണോ? ഇതിന്റെ പഴയ തന്നെ വേലിയ ആടുകളും. ഇത് നമ്മുടെ വേലിയാടല്ലേ? നമ്മുടെ വേലിയാട. അതല്ലേ ഷെയ്ക്കാൻ്റെ? അതെ, ഒന്ന് ചോദിച്ചു നോക്കെ. ഇപ്പൊ അവള് തരുമല്ലേ? ഷെയ്ക്കാൻ്റെ അടി. അത് ശരി. കണ്ടോ ഷെയ്ക്കാൻ്റെ അടി. ഈ കൈതടി, ആ കൈതടി. കണ്ടോ എപ്പോഴും വെച്ചാലും തരും. അത് കൊള്ളാലോ. തരും. ഇനി ചോദിച്ചു നോക്കെ ഒന്ന് തരുമോ അറിയാം. എന്നേക്കളെ ഷെയ്ക്കാൻ്റെ അടി. നീ എന്നേക്കളെ വലത് ഇതാണ് കേട്ടോ അച്ഛൻ. കണ്ടോ? കൊള്ളാലോ. നമ്മുടെ പുജിരി എന്ത്? നമ്മുടെ പുജിരി കൊടുത്തോ? പുജിരി മരിച്ചു പോയി. അതാ കിടക്കുന്നത്. ആണോ? പുല്ലിയാട്. അയ്യോ, ഭയങ്കര ആട്. പിന്നെ നമ്മുടെ സിംഹക്കുട്ടി അയാളെ പിന്നെ അങ്ങനെ ഉണ്ട് ഇപ്പം. ഇവനിങ്ങനെ ഇരിക്കുന്നു. ഇവനെ നമ്മൾ വെറുതെ കൊടുക്കുമെന്ന് പറഞ്ഞില്ലയോ? അതെ, വെറുതെ കൊടുക്കുവോ? ഇതുപോലെ ഒരു കുട്ടിയെ ആക്കിത്തരാൻ. ഇതുപോലെ ആക്കി തരണം. ഇവിടെ ജനിച്ച ഒരു കുട്ടിയെ ഇതുപോലെ ആക്കിത്തരാങ്കിൽ കൊടുക്കും. അങ്ങനെ ആക്കി തന്നേനെ കൊടുക്കത്തുള്ളൂ. പക്ഷേ ഒരുപാട് പ്രത്യേകതകളുണ്ട് ഇവിടെ എനിക്കുന്ന കുട്ടി. അപ്പോൾ ആ ബെറ്റ് സ്വീകരിച്ച ആരിലും വന്നായിരുന്നോ? ഇതുവരെ ഇല്ലല്ലോ. വന്നാൽ എനിക്കറിയാമല്ലോ. രാജധാനിയിൽ നിന്ന് കൊണ്ടിറങ്ങിയിട്ട് ഇവിടെ ജനിക്കാന്ന് പറഞ്ഞാൽ എനിക്കറിയാം. ആന്നല്ലേ? അതെങ്ങനെ തിരിച്ചറിയാൻ പറ്റും? അത് ഇതിന് പ്രത്യേകതകളുണ്ട്. ഉണ്ടോ? ഉണ്ട്. അവിടെ ഇതിന് അണ്ടു എന്നാ പറയുന്നത്. അണ്ടു. ഇവന് ക്രോസിംഗ് ഒക്കെ കിട്ടുന്നുണ്ടോ? ഇപ്പൊ ഒരു മാസമായി. എന്നാലും ഇതുപോലുള്ള ആഹാരം കൊടുക്കുന്നത്. ഇവന് ക്രോസിംഗ് ചാർജ് ഒക്കെ വരുന്നത് എങ്ങനെ? ഇവനെ ഇവിടെ കൊണ്ട് 1000 രൂപ. 1000 രൂപ? അത്രേ ഉള്ളോ? 1000 രൂപ മേടിക്കും. അത്രേ ഉള്ളൂ. ഇപ്പൊ എൻ്റെ ഈ ചാനൽ കേട്ടോണ്ട് 500 ഉള്ളവർ ഇപ്പൊ എല്ലാം 1000 ആക്കി. ആന്നല്ലേ? ഞാൻ ഇവിടെ മോനെ കൊണ്ട് വിടാതെ ഓമല്ലൂർ ബീറ്റൽ വളർത്തുന്ന ഒരു വീട്ടിൽ ചെന്നു. അച്ഛൻ്റെ പുള്ളി ചാനലുകാർക്കൊന്നും ഇന്റർവ്യൂ കൊടുക്കത്തില്ലെന്ന് പറഞ്ഞാവാം. പക്ഷെ ഞാൻ ക്രോസിങ്ങിന് കൊണ്ടുവന്നപ്പോൾ ഞാൻ അറിയാതെ ഫോട്ടോ എടുത്ത് നെറ്റിൽ ഇത് ഇട്ടു. ഞാൻ വിളിച്ചു ചോദിച്ചു, പന്നത്തരമല്ലേ കാണിച്ചതെന്ന് ചോദിച്ചു. നിങ്ങൾ എന്നോട് പറഞ്ഞ ഞാൻ ചാനലുകാരെ നിൽക്കും ഇന്റർവ്യൂ കൊടുക്കത്തില്ലല്ലോ. പിന്നെ എന്തോ നിങ്ങൾ ഇതിന് ഇട്ടുമെന്ന് ചോദിച്ചു. അപ്പൊ എന്റെ ഇത് കേട്ടോണ്ട് 1000 ആക്കി. ഇവന്റെ ആ ബെറ്റ് സ്വീകരിച്ച് ആരും ഇതുവരെ എത്തിയിട്ടില്ല. ഇല്ല. എത്ര കിലോ ആണോ? 110 കിലോ ഉണ്ട്. ഇവന് നമ്മളിപ്പോ പഴയ ആഹാരം തന്നെ കൊടുക്കുന്നത്. പഴയ ആഹാരത്തിൽ ചേഞ്ച് വല്ലതും വരുത്തിയോ? ഒന്നുമില്ല. ഗോതമ്പ് പൗഡറും ജെർസി പിണ്ണാക്കും. നിലവിൽ ഇവൻ വന്നിട്ട് ഇപ്പൊ എത്ര ആളായി? ഇവനിപ്പം 3-4 വയസ്സോളം അടുക്കാറാണ്. 4 വയസ്സാവുന്നില്ല. വേറെ വല്ലയിടത്ത് വന്നേ കൊടുത്ത് കാശ് മേടിക്കും. അതല്ലേ? 85,000 രൂപ പറഞ്ഞു. കൊടുക്കത്തില്ല. 1 ലക്ഷത്തിന് കിട്ടത്തില്ല. ആണോ? കിട്ടത്തില്ലല്ലോ. ഇവ രാജസ്ഥാനി ഒടിഞ്ഞ പോലെ ആടും. ആണോ? എന്നാ രാജസ്ഥാനി പോണേ? അതാ ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഇവിടെ എരുമേലി ഒരാൾ വിളിച്ചു, ഗുജറാത്തിലെ. അദ്ദേഹം വിളിച്ച് അവിടെ പോയി കണ്ടു. സാമ്പത്തികം എത്ര വേണേ മുടക്കാന്ന് പറഞ്ഞു. പക്ഷേ അവിടെ പുല്ല് നടാനുള്ള സൗകര്യമില്ല. കൊണ്ടുവരുമ്പോൾ ആടിന് പുല്ല് വേണം. ഈ മഴ സമയത്ത് ഇറക്കി കാട്ടി വിടാൻ പറ്റില്ല. പറഞ്ഞ മനസ്സിലായി? നിലവിലിപ്പോൾ എത്ര ആടുണ്ടോ? ഇപ്പം ഇവിടെ 17 പേരുണ്ട്. നേരത്തെ 10-15 ഉണ്ടായിരുന്നല്ലോ. ഇഷ്ടം പോലെ കുട്ടികൾ കൊടുക്കാൻ നിലവിലില്ല. എനിക്കിഷ്ടം 58-59 കുട്ടിക്ക് പോകണം നിലവിൽ. പക്ഷേ ഇതിനകത്ത് സാമ്പത്തികം വേണം. 1-2 ലക്ഷം രൂപ പോരാ. നമ്മുടെ ഇടിയാട് അങ്ങനെ പവറായിട്ട് നിൽക്കുമല്ലേ ഇപ്പോൾ? ഒരു എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ഒരു കുഴപ്പമില്ല. നമ്മൾ അന്ന് വന്ന് കണ്ടേ. ഇത് കുഞ്ഞാളിയല്ല, ഇത് ലക്ഷങ്ങളുടെ കളിയാണ്. കാണുന്നവർക്ക് ഇത് നിസ്സാരമാണ്. എന്താ ചെയ്യണ? ഇത് കുഞ്ഞുകളിയല്ല, ഇത് ലക്ഷങ്ങളുടെ കളിയാണ്. ഇത് കാണുന്നവർക്ക് നിസ്സാരമാണ്. 50,000 തൊട്ടുള്ള പെണ്ണാടേ മുന്നോട്ടുള്ളൂ ഇവിടെ. അപ്പോൾ എന്തുമാ തീറ്റ. ഇവിടെയൊക്കെ എന്താ വില കൊടുക്കണോ? കൊടുക്കില്ല, മരിക്കത്തേ. ഇവിടെ കിടന്ന് മരിക്കത്തേ ഉള്ളൂ. കൊടുക്കില്ല. ഇവിടെ കൊടുത്താൽ കിട്ടില്ല. 7 പ്രസവം കഴിഞ്ഞു. ഇതേതാ? ഇത് പിന്നെ പഞ്ചാബിൻ്റെ ഷേരാ ബീറ്റൽ. 7 പ്രസവം കഴിഞ്ഞ ആടാ. നോക്ക് എങ്ങനെ ഉണ്ടെന്ന് നോക്ക്. 4 ലിറ്റർ പാല് കിട്ടും. ഇപ്പോഴും പാല് കറന്നെടുത്ത് അതിന് കൊടുക്കുന്നത്. ഞാൻ കറന്ന് കാണിച്ചു തരാം. വേണേ എല്ലാ ആട് കുടിക്കുന്നു. വേണേ ഒന്ന് കാണട്ടെ. ഇപ്പം കള്ളം പറയാമെന്നോ അറിയാം. വിജയണ്ണ ഇവിടുന്ന് പാല് കറന്ന് കുടിക്കുവാണോ? ഞാൻ കുടിക്കില്ല. ഇല്ല. ഇവിടെ കുടിക്കുന്ന ആളുണ്ട്. ആരാ? കാണിച്ചു തരാം. ഇവിടുത്തെ ആടിൻ്റെ പാല് തന്നെ കറന്ന് വേറെ ആടുകൾക്ക് കൊടുക്കുക. ഇവിടുത്തെ ആട് തന്നെ കുടിക്കും. അങ്ങനെയുണ്ട്. അപ്പോൾ കാണിച്ചു തരാം. ഒന്ന് കാണണമല്ലേ? വെറൈറ്റി. ഇത്രയും ആടുണ്ടായിട്ട് വിജയണ്ണ പാല് കുടിക്കത്തില്ലയോ? ഇല്ല, ഞാൻ കുടിക്കത്തില്ല. അങ്ങനെ അല്ലേ? അപ്പോൾ നമ്മുടെ പഴയ ആടുകളെല്ലാം ഇവിടെ സ്ട്രോങ് ആയിട്ടുണ്ട്. നമ്മുടെ ഇടിയാട് പറഞ്ഞു തീർന്നില്ല. അവ ഇടിച്ച് ഇടിയാട് അവിടെ ഇതാർക്കാണോ? അണ്ണനാണോ? അല്ല, ആടിന് കൊടുക്കാൻ. പാടി തിന്ന് അറിഞ്ഞുകൊണ്ടിരിക്കുക വന്നല്ലേ ഉള്ളൂ. രാവിലെ ഒരു ചരുവം കുടിക്കും. ഇതാർക്കാ? അതവക്ക് ഒരു ചരുവം. ഈ നിറച്ച് വെക്ക് കൊടുക്കും. ആർക്ക് കൊടുക്കും? കുട്ടികൾക്കോ? അത് ശരി. നമ്മുടെ ഇവിടുത്തെ ആടിൻ്റെ പാല് കഴിഞ്ഞ് ഇവിടുത്തെ ആടിന് തന്നെ കൊടുക്കുക. കണ്ടാ കുടിക്കുന്നത്? അവിടെ പാലാ. ഈ 2 എണ്ണത്തിനെ കറന്ന് കൊടുക്കും. അതിന് രാവിലെ കറന്ന്. അവള് പ്രഗ്നന്റ് അല്ലേ? അതാ ഇങ്ങനെ ഇരിക്കുന്നത്. സമയമായോ? കണ്ടോ? ഉടനെ ഉണ്ടോ? ഏതായാലും ആട് കുടിക്കൂ? ഇല്ല. ഉടനെ ഉണ്ടോ? കണ്ടോ?
ഇത് കള്ളമല്ലല്ലോ, അല്ലല്ല, സത്യമല്ലേ? ആണോ? ഇതൊന്നും ഞാൻ നിങ്ങൾക്ക് ഇന്റർവ്യൂ ഓരോന്നേ തരത്തുള്ളൂ, വെറൈറ്റി ഓരോന്നേരോന്നേ കൊടുക്കത്തുള്ളൂ. ഷേക്കാൻ്റെ തരുന്ന ആട്. ആ, അതൊക്കെ മുന്നേറിയിട്ടിട്ടുണ്ട്. ആ മറ്റേയാണ് ഇവിടെ വന്ന അണ്ണനില്ല അന്ന്. ഇത് ശരിക്കും ഒരു ആട് ജീവിതം തന്നെ അല്ലയോ? ആട് ക്രോസ് ചെയ്യുന്ന ഇല്ല, നമ്മുടെ ആടുകൾ ഇവിടെ തന്നെ ഉള്ള ആടുകളാണ് ക്രോസ് ചെയ്യുന്നത്? അല്ലല്ല, കൊണ്ടുപോവോ? ഒരേ ബ്രീഡിനെ ഷെറാബിറ്റിലെ വേറെ വിടും. ഇതിനെ ഡബ്ബാ വീറ്റിലെ ഇതിനെ കൊണ്ട് വിടാം. എന്തോ ഡബ്ബാ വീറ്റിലോ? ഇത് ഡബ്ബാ വീറ്റൽ വായിക്കും. കണ്ടില്ലേ പിന്നെ തത്തച്ചുണ്ട് പോലെ ഇരിക്കുന്ന മോന്തച്ചുണ്ട്, ഒരു വെറൈറ്റി ലുക്ക്. അത് ഡബ്ബാ ബീറ്റലാ, പഞ്ചാബിന്റെ ബീറ്റലാ. ഓ, ഇവനേതാണ്? ഇവൻ ഷെയറാ ബീറ്റല. അവിടെ പണ്ട് കുട്ടിയായിരുന്നു, കുട്ടിയായിരുന്നു. ഇപ്പൊ ആള് വളർന്ന് സെറ്റ് ആയിട്ടുണ്ട്. അതിനെ കണ്ടില്ല എന്നിട്ട് ഇരുന്നപ്പോഴേ അതാ അന്ന് കണ്ടപ്പോ കുഞ്ഞാ. ഇവരിവിടെ വരുമ്പോ അത് തീരെ ചെറിയ പൊടിയാ. ഇവിടെ മോന. ഓക്കെ, ഇവിടെ അതല്ലേ? ആ